കൃഷിദർശൻ തത്സമയ ഫോൺ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷി എന്നത് കാർഷിക വ്യവസായമായി മാറുമ്പോൾ കർഷകൻ ഒരു ചെറു വ്യവസായിയാകുന്നു. കാർഷിക വ്യവസായ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം തേടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് SFAC എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം, ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള മൂല്യവർദ്ധനവിനുള്ള പ്രോത്സാഹനം ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ കൃഷിദർശനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ മേധാവിയും മാനേജിംഗ് ഡയറക്ടറുമായി പ്രവർത്തിക്കുന്ന ശ്രീമതി KC രുക്മിണി ദേവി മാഡമാണ്. കൃഷിവകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി ഈ 2013 ഡിസംബർ മുതൽ ഈ സ്ഥാപനത്തിന്റെ ചുക്കാൻ പിടിച്ച് ആ നിയോഗം ഏറ്റെടുത്തിരിക്കുകയാണ്. മാഡം, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. മാഡം, നമ്മൾ SFACയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണല്ലോ പറയാൻ ഈ ചർച്ച കൊണ്ടുപോകുന്നത്. എന്താണ് SFAC എന്നും അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? SFAC എന്ന് പറഞ്ഞാൽ അത് കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. 1995 ഈ സ്ഥാപനം ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർഷിക സംരംഭങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അതുവഴി കാർഷിക വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും തദ്വാര ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്നത് വഴി അവർക്ക് കൂടുതൽ വരുമാനം കർഷകർക്ക് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ SFAC എന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വിശദമായൊരു പ്രവർത്തനങ്ങൾ എന്തൊക്കെ പദ്ധതികളാണ് ഈ SFACയുടെ കീഴിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് വിശദമാക്കുക. പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന ഒരു പദ്ധതി ഈ മൂല്യവർദ്ധിത മേഖലയിൽ, അതായത് ഈ സുഗന്ധ വിളകൾ ഒഴിച്ചുള്ള എല്ലാ വിളകളുടെയും ഉൽപ്പന്നങ്ങൾക്ക്, നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് സഹായം ലഭിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതി നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതിയിലേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പദ്ധതി തികച്ചും വായ്പാ ബന്ധിത പദ്ധതിയാണ്. വായ്പയുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ പദ്ധതിയിലേക്ക് ഗുണഭോക്താവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കർഷകന് ഇപ്പോൾ ഒരു വ്യവസായ സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു സാമ്പത്തിക സഹായം ലഭിക്കുന്നത്? അതിനുള്ള ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷ ഫോറം ഉണ്ടോ? ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്? ഇപ്പം ഒരു സംരംഭകന് ഒരു കാർഷിക ഉൽപ്പന്നങ്ങളിലുള്ള മൂല്യവർദ്ധിതം ഉണ്ടാക്കുന്നതിന്, ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ചക്കയിലാട്ടെ, ഇപ്പോൾ ചക്ക ഒരുപാട് ഈ ഒരു മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഇതാണ്, എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ നമ്മുടെ SFACയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നു, അവർക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു നിബന്ധന ഉള്ളതെന്ന് വെച്ചാൽ ലോൺ എടുക്കാനായിട്ട് ഈ പാർട്ടി തയ്യാറാവണം. ആ ലോൺ എടുക്കുന്നത് മാത്രമല്ല, അത് ബാങ്കിൽ നിന്ന് ആ ലോൺ സാങ്ഷൻ ചെയ്ത അനുമതി പത്രവും ഈ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ സംബന്ധിക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കിയിട്ട് SFAC ഓഫീസിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന കാര്യങ്ങൾ SFAC ഓഫീസിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. മാഡം, ഈ പദ്ധതി തയ്യാറാക്കുന്ന ഒരു സാധാരണ കർഷകന് ചിലപ്പോൾ അതിനെക്കുറിച്ച് ആ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പം അറിയാൻ സാധിച്ചെന്നിരിക്കത്തില്ല. അപ്പോൾ അതിനെന്തെങ്കിലും മാർഗനിർദ്ദേശം കൊടുക്കുകയോ ഏത് രീതിയിലാണ് ഈ പ്രോജക്റ്റ്? അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കായിട്ട് നമുക്ക് ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ ജില്ലകൾ തോറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് കൂട്ടായ്മയൊക്കെ ആണെങ്കിലും സന്നദ്ധ സംഘടനകൾക്കായാലും വ്യക്തികൾക്കായാലും ഈ ഒരു പദ്ധതിയിൽ ഗുണഭോക്താവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ, അത് സെമിനാറുകളാവാം, ശില്പശാലകളാവാം, ഏത് രൂപേണയാണെങ്കിലും ഈ ബോധവൽക്കരണ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു വരുന്നവർ, ഇതുപോലെ താല്പര്യപ്പെട്ട് വരുന്നവർ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ, എങ്ങനെയൊക്കെയാണ് പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രോജക്റ്റ് നിങ്ങൾ ഘടകങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവർ പ്രോജക്റ്റ് തയ്യാറാക്കി ബാങ്കിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഓരോ സംരംഭത്തിനും വേണ്ടുന്ന ധനസഹായത്തിന്റെ തോത് വ്യത്യാസമാവുമല്ലോ. അപ്പം മിനിമം എത്ര ലക്ഷം രൂപയെന്നോ മാക്സിമം എത്ര ലക്ഷം രൂപയെന്നോ? അതുണ്ട്.
മിനിമം 5 ലക്ഷമാണ് ഈ പദ്ധതിയിൽ ഏറ്റവും കുറഞ്ഞ പ്രോജക്റ്റ് കോസ്റ്റ് വെച്ചിരിക്കുന്നത്. പദ്ധതി തുകയായിട്ട് മിനിമം 5 ലക്ഷം. 5 ലക്ഷത്തിന് മുകളിലുള്ള അതിന് അപ്പർ ലിമിറ്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ അതിന് മേളിലുള്ള എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ എടുക്കുന്നുണ്ട്. മിനിമം 5 ലക്ഷം മുതൽ മേൽപോട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ സാമ്പത്തിക സഹായം കൊടുക്കാൻ അതിന്റെ എത്ര ശതമാനമാണ് ആ കർഷകന് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്? അവര് നമ്മൾ 40, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 40% ആണ് കൊടുക്കുന്നത്. 40% മാക്സിമം ഒരാൾക്ക് 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. 10 ലക്ഷത്തിൽ നമ്മൾ ലിമിറ്റ് ചെയ്യും. മാക്സ് ഏതാണോ കുറവ്, 40% അത് 10 ലക്ഷമാണോ, ഏതാണ് കുറവ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് സബ്സിഡി കൊടുക്കുന്നത്. ആ രീതിയിലാണ് ഇത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണോ അതോ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം? സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണ്. കൃഷി വകുപ്പിന്റെ ഫണ്ടിലാണ് നമുക്ക് കൊടുക്കുന്നത്. അത് ഒരു വർഷം എത്ര പേർക്ക് കൊടുക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധനയുണ്ടോ? ഇല്ല. നമുക്ക് ആവശ്യപ്പെടുന്ന, നമുക്ക് ഈ നമ്മുടെ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ നിബന്ധനകളും പാലിക്കുന്ന ആർക്കും നമ്മൾ കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ, അതായത് വായ്പ ബന്ധിതമായിരിക്കണം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ 5 ലക്ഷം മിനിമം പ്രോജക്ട് കോസ്റ്റ് വേണം. അപ്പോൾ ഇത് തുടങ്ങാനും ഇതെല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ പദ്ധതിയിലോട്ട് വരാം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിന്റെ ഒരു വിശദാംശം നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഫീൽഡ് തല പരിശോധനകളും നിർബന്ധമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സംരംഭകന് ഇത് പ്രോജക്റ്റായിട്ട് വന്നു, ബാങ്കിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് അനുമതി പത്രമായിട്ട് വന്നു. അന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിനെ ആദ്യമേ തന്നെ ഒരു വാല്യൂ അഡീഷൻ കമ്മിറ്റി ഉണ്ട്. അതായത് നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ അഗ്രി ചീഫും കൃഷി ഡയറക്ടറും SFAC MDയും അടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആദ്യമേ ഈ പ്രോജക്റ്റുകൾ അത് സ്ക്രൂട്ടിനി നടത്തി. അപ്പോൾ സ്ക്രൂട്ടിനിക്ക് മുന്നേ തന്നെ നമ്മൾ ഈ പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് SFAC ഒഫീഷ്യൽസ് ഫീൽഡ് തലത്തിൽ പരിശോധന നടത്തും. ഈ പ്രോജക്റ്റ് പ്രകാരം അവരെല്ലാം കറക്റ്റായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വളരെ വിശദമായ ഒരു പരിശോധന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാല്യൂഡേഷൻ കമ്മിറ്റി വെക്കുന്നത്. അപ്പോൾ ആ വാല്യൂഡേഷൻ കമ്മിറ്റി ഈ പരിശോധന റിപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെ നമ്മൾ അടുത്ത ഒരു ഗവേണിംഗ് ബോഡി, അതായത് നമ്മുടെ കാർഷികോൽപാദന കമ്മീഷണർ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. ഇതിന് മേളിലുള്ള ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയിലാണ് അതിൻ്റെ അന്തിമ അംഗീകാരം, ഈ സബ്സിഡി കൊടുക്കുന്ന അന്തിമ അംഗീകാരം കൊടുക്കുന്നത് ഈ ഗവേണിംഗ് ബോഡിയിലാണ്. അപ്പോൾ ഈ വാല്യൂഡേഷൻ കമ്മിറ്റി ഈ സബ്സിഡിക്ക് ശുപാർശ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഗവേണിംഗ് ബോഡിയിൽ കൂടി. ഈ ഗവേണിംഗ് ബോഡിയിൽ ആരൊക്കെയാണ് അതിന്റെ അംഗങ്ങൾ? ഗവേണിംഗ് ബോഡിയിൽ അതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കാർഷികോൽപാദന കമ്മീഷണറാണ്. അതിൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ അഗ്രികൾച്ചർ സെക്രട്ടറിയാണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിംഗ് ബോർഡിലെ അഗ്രി ചീഫ് മെമ്പറാണ്, കൃഷി ഡയറക്ടർ മെമ്പറാണ്, ഫൈനാൻസ് വിങ്ങിൻ്റെ അഡീഷണൽ സെക്രട്ടറി മെമ്പറാണ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, പിന്നെ 3 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സുണ്ട്, പിന്നെ MD SFAC മെമ്പർ സെക്രട്ടറി. അപ്പോൾ ഈ ഗവേണിംഗ് ബോഡിക്കാണ് അതിന്റെ ആ നടത്തിപ്പിന്റെ പൂർണ്ണ അധികാരം. ഈ SFACയിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ഗവേണിംഗ് ബോഡിയിൽ വെച്ച് നമ്മൾ അപ്രൂവൽ വാങ്ങിക്കണം. അതിന്റെ എല്ലാ അതോറിറ്റി ഗവേണിംഗ് ബോഡിയാണ്. അപ്പോൾ അത് എത്ര ഫ്രീക്വന്റ് ആയിട്ടായിരിക്കും ആ ഗവേണിംഗ് ബോഡി കൂടുന്നത്? ആവശ്യാനുസരണമാണോ അത് കൂടുന്നത്? ആവശ്യാനുസരണമാണ്. ഇപ്പം നമുക്ക് കുറച്ചധികം പ്രോജക്റ്റുകൾ വന്ന് കുറേ കാര്യങ്ങൾ അതിനകത്ത് വെക്കാനുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രസിഡന്റിനോട് കൂടിക്കാഴ്ച നടത്തി അതിന് പറ്റുന്നൊരു ഡേറ്റും ഇനിയും എടുത്തിട്ട് അതനുസരിച്ച് ഗവൺമെന്റ് ബോഡി കൂടുന്നതിനുള്ള അറിയിപ്പ് കൊടുക്കുന്നു. മേഡം, സാധാരണ നമ്മളിപ്പം ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ഒക്കെ ആണെങ്കിൽ അപേക്ഷ കൊടുക്കുന്നതിന് ഒരു പ്രത്യേക സമയം നമ്മൾ പറയാറുണ്ട്. അതായത് ഗ്രാമസഭ കൂടിയതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ അത് സ്ക്രീനിങ് വരുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ എൻഡിലായിരിക്കും ചിലപ്പോൾ ആ പദ്ധതി ഒന്ന് നടപ്പിലായി കിട്ടുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു സമയ ക്രമം ഇതിനകത്തുണ്ടോ, അതോ ഏത് സമയത്തും നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാവകാശം കിട്ടുമോ? അല്ല, ഇതിനകത്ത് അങ്ങനെ സമയം ഇത്ര തീയതിക്കകം അങ്ങനെ ഒരു നിഷ്കർഷിച്ചിട്ടില്ല. അതായത് നമുക്ക് അവരുടെ ആവശ്യാനുസരണം അവർ വരുന്ന പ്രോജക്റ്റ്, അതായത് ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം. ഏത് സമയത്ത് നമുക്ക് അതിന്റെ പദ്ധതിയായിട്ട് നമുക്ക് വരാം. നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവർക്ക് അതിനകത്ത് പാകപത്രമാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കർഷകൻ ഇപ്പം ആഗ്രഹിക്കുക, ഒരു മാഡം നേരത്തെ പറഞ്ഞു സുഗന്ധദ്രവ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല, ബാക്കിയുള്ള വിളകൾക്കാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തെങ്ങ്, വാഴ, പച്ചക്കറികള്, അങ്ങനെയുള്ള എല്ലാത്തിന്റെയും ഉൽപ്പന്നങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചാൽ പദ്ധതി തയ്യാറാക്കുകയും അത് തുടങ്ങിയതിന് ശേഷമാണോ അപ്രോച്ച് ചെയ്യേണ്ടത്?
അതോ അതിന് മുന്നേ ഒരു പ്ലാനിംഗ് പ്രോസസ്സിലാണോ നമ്മൾ ആ പദ്ധതി സമർപ്പിച്ച് അംഗീകാരം കിട്ടിയെടുക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു സംരംഭകന് ഒരു സംരംഭത്വം തുടങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്ന് ആദ്യമേ ഞാൻ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് ബാങ്കിനെ സമീപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതൊന്ന് നോക്കി നമ്മുടെ ലെവലിൽ നോക്കിയിട്ട് ശരി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പരിശോധനയ്ക്ക് ചെല്ലുന്നത്. അപ്പം നമ്മുടെ പ്രോജക്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടോ? മാഡം, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ആ ബ്രേക്കിന് ശേഷം ചർച്ചയിലേക്ക് കടന്നു വരാം. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05. മാഡം, നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ആ ചർച്ചയിൽ ഈ അപേക്ഷ കൊടുക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പം മാർച്ച് ഏപ്രിൽ മാസമാണ് ഒരു കർഷകൻ വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്തും അത് സ്വീകരിക്കുന്നതിനൊരു തടസ്സമില്ലെന്ന്? ഇല്ല, തടസ്സമില്ല. അതുപോലെ നമുക്ക് ഇപ്പം ഒരു വർഷത്തേക്ക് മാത്രമായിട്ടാണോ ആ സാമ്പത്തിക സഹായം നൽകുന്നത്? അതോ? അല്ല, ആ ഒരു വർഷത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്കിത് പിന്നെ അത് തുടർന്ന് അടുത്ത വർഷങ്ങളിലേക്കും ഇതിന്റെ ബാക്കി തുക നമ്മൾ അടുത്ത വർഷത്തിൽ വിനിയോഗിക്കുന്നുണ്ട്. ഒരു വർഷം മാത്രമേ ആ സാമ്പത്തിക സഹായം കൊടുക്കൂ എന്നാണോ? അല്ല, ഒരു പാർട്ടിക്ക് ഒരു പ്രാവശ്യം മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് അങ്ങനെ കാർഷിക വ്യവസായ സംരംഭം എന്ന് പറയുമ്പോൾ ഒരു 5 വർഷത്തേക്കോ അല്ലെ ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയാണ് വിഭാവന ചെയ്യുന്നത്. ഒറ്റ പ്രാവശ്യമാണ് സബ്സിഡി കൊടുക്കുന്നത്. അതും നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിന്റെ സബ്സിഡി ആയിട്ട് ലോണിന്റെ ക്രെഡിറ്റ് അവിടെ അവരുടെ ബാങ്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ. പാർട്ടികൾക്ക് നേരിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഏത് സംരംഭമാണെങ്കിലും അത് ബാങ്കുമായിട്ട് ലോൺ എടുത്തതിന് ശേഷം? അതെ. ഈ വായ്പ ബന്ധിത പദ്ധതി ആയതുകൊണ്ട് ഈ ലോൺ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സബ്സിഡി ഈ ബാങ്കിലേക്ക് തന്നെ കൊടുക്കുന്നത്. ഏത് ബാങ്കാണോ വായ്പ എടുത്തത് ആ ബാങ്കിലേക്ക് തന്നെ കൊടുക്കുന്നത്. മാഡം, അതുപോലെ തന്നെ ഈ മൂല്യവർദ്ധനവിന് മാത്രമേ നമ്മൾ പദ്ധതി പ്രോത്സാഹനം കൊടുക്കുന്നുള്ളൂ? അതോ വേറെ ഏതെങ്കിലും കാർഷിക അനുബന്ധ മേഖലകളുണ്ടല്ലോ? ഇപ്പോൾ ഫിഷറീസ് ഉണ്ട്, പിന്നെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഉണ്ട്, അനിമൽ ഹസ്ബൻഡറി, അങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗത്തിനുള്ള മൂല്യവർദ്ധനവിന് നമ്മൾ കൊടുക്കുന്നു? അതോ കൃഷിക്ക് മാത്രമാണോ അത് ഉദ്ദേശിക്കുന്നത്? കൃഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റുള്ള കൃഷി അനുബന്ധ മേഖലകളിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ മാഡം, ഇതിപ്പം കേരളത്തിൽ ആകെ ഈ ഒരു സ്ഥാപനമല്ലേ SFAC എന്ന് പറഞ്ഞ ഒറ്റ ഒരു സ്ഥാപനം? ഇപ്പൊ കേരളത്തിലുടനീളം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ? കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള കർഷകർക്കും ഇവിടെ ആശ്രയിക്കാമോ? തീർച്ചയായിട്ടും ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ തന്നെ ഈ കേരളത്തിലെ 14 ജില്ലകളും ഈ SFACയുടെ പ്രവർത്തന മേഖലയിൽ വരുന്നതാണ്. അപ്പം എല്ലാ ജില്ലകളിലുള്ള ആർക്കൊക്കെ താല്പര്യമുണ്ടോ സംരംഭം തുടങ്ങാൻ കാർഷിക അടിസ്ഥാനത്തിൽ എന്നുള്ളതിൽ അവർക്കെല്ലാം ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താവാൻ പറ്റും. മാഡം, ഒരു ഫോൺ കോൾ ഉണ്ട്. ആരാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. പാലക്കാട് നിന്ന് പേരും കൂടെ പറയോ? രംഗനാഥൻ. പറഞ്ഞോളൂ രംഗനാഥൻ. ഞങ്ങളുടെ ഈ മേഖല വന്നിട്ട് പച്ചക്കറി മേഖലയാണ് മാഡം. ഈ പച്ചക്കറി അങ്ങനെ ഉണക്കാൻ വേണ്ടി ഉണ്ട് മാഡം. ഒരു 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരും മാഡം. അത് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ് മാഡം. അതങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കൃഷിക്കാർക്ക്? അതാ, പാലക്കാട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ആ പച്ചക്കറി ഉണക്കുന്നത്, അപ്പോൾ അതായത് സർപ്ലസ് വരുന്ന സമയത്ത് അത് ഉണക്കി സൂക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ പച്ചക്കറി മേഖലയിൽ ഇതുപോലുള്ള ആളുകളെയാണ് നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങളുടെ ഈ പദ്ധതിയിലൂടെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം നമ്മുടെ SFAC വഴി സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രയോജനം നിങ്ങൾക്ക് അത് ലഭ്യമാകാൻ സാധിക്കും. ചോദ്യം ചോദിച്ചതിന് നന്ദി. രംഗനാഥൻ അത് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം
ഉണക്കുന്നത് മാത്രമല്ല, ഒരു കർഷകന് ഇപ്പം അയാൾക്ക് സ്വന്തം ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ ഇതിനുള്ളൊരു സംരംഭത്തിനുള്ള ഒരു സംവിധാനമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് SFAC മുഖേന ചെയ്തു കൊടുക്കുന്ന സംവിധാനം ഉണ്ടോ? അതായത് ഇപ്പോൾ ഒരു മാഡം പറഞ്ഞല്ലോ, ഇപ്പോൾ പച്ചക്കറിയോ അല്ലെ കിഴങ്ങ് വർഗ്ഗ വിളകളോ ഏതെങ്കിലും ഉള്ള അതിൻ്റെ ഒരു സംസ്കരണം നടത്താനായിട്ട് ഒരു കർഷകനൊരു അവസരം ഏതെങ്കിലും ഒരു സ്ഥാപനത്തോട് ചേർന്ന് ബന്ധിപ്പിച്ച് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം SFAC വഴി നമുക്ക് ഇപ്പോൾ നമ്മുടെ ശ്രീകാര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നമുക്കൊരു ഇൻക്യുബേഷൻ സെൻറ്റർ SFAC വഴി നൽകിയിട്ടുണ്ട്. ആ ഇൻക്യുബേഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ ഈ ചെറുകിട കർഷകർക്ക് സ്വന്തമായിട്ട് യന്ത്രങ്ങൾ വാങ്ങി സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിവില്ലാത്ത ചെറുകിട കർഷകർക്ക് ഈ സ്ഥാപനത്തിൽ ചെന്നിട്ട് അവർ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അത് വിപണിയിൽ വിറ്റ് അവർക്ക് സ്വന്തം വരുമാനം കൂട്ടാനുള്ള ഒരു സംവിധാനം ഈ CTCRI ശ്രീകാര്യത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് SFAC ആണ് അവർക്ക് അതിൻ്റെ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, അത്തരം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിലേക്കുള്ള പരിശീലനവും ഈ CTCRIയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗ വിളകളിലുള്ള മൂല്യവർദ്ധനവിനെ കുറിച്ചുള്ള പരിശീലനവും അതുപോലെ അതിന് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ്, ആരെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അത് CTCRIയിലെ ഹെഡ് അവരെ സമീപിച്ചാൽ മതി. അപ്പം അവരും നമ്മളായിട്ട് ഒരു ലിങ്കുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം പരിശീലനത്തിന് നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബോധവൽക്കരണ ക്ലാസ്സുകൾ, പരിശീലനങ്ങൾ, സെമിനാറുകൾ എല്ലാം നമ്മൾ ഈ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക്, ഒരു കൂട്ടായ്മയ്ക്ക് അവർക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിലേക്ക് പരിശീലനം ആവശ്യമാണെങ്കിൽ CTCRIയിൽ വന്ന് അവർക്ക് ഈ പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പരിശീലനത്തിനുള്ള ചെലവ് വഹിക്കുന്നു. ഒരു ഫോൺ കോൾ ഉണ്ട്. ആരാണ് വിളിക്കുന്നത്? ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഞാൻ സബീഷ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാട് കൊല്ലംകോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ ചോദ്യമായിരുന്നു, ഞാൻ കുറച്ച് നവര കൃഷി ചെയ്യുന്നുണ്ട്. നവര പോലുള്ള പരമ്പരാഗതമായിട്ടുള്ള ഔഷധ ഗുണമുള്ള നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇപ്പൊ അരിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കൂടുതൽ പ്രോസസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ സബ്സിഡി മറ്റു കാര്യങ്ങളും കിട്ടുന്ന അറിയാൻ വേണ്ടി വിളിച്ചാണ്. സബ്സിഡി മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവരെ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ് ചെയ്യാനായിട്ടുള്ള നമുക്ക് നെൽകൃഷിയിലേക്ക് നമ്മൾ അതുപോലുള്ള ഈ അരി കുത്തി നെല്ലാക്കുന്ന, അതാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിലേക്കായിട്ട് നമ്മളിപ്പം അതല്ലാതെയുള്ള എല്ലാ പ്രോഡക്ട്സുകൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ അരി ഉണ്ടാക്കുന്നതിലേക്കായിട്ട് നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അരി മാത്രമല്ല, അരിപ്പൊടി ഉണ്ട്, പിന്നെ അവിലുണ്ട്, ഇതൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇതിന് എല്ലാം കൂടി വരുന്നതാണ് അതിന്റെ മൂല്യവർദ്ധനവിനുള്ള. അത് ഇപ്പൊ ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആ അരിയുടെ മൂല്യവർദ്ധനത്തിന് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ പ്രോജക്റ്റ് റിവൈസ് ചെയ്തിട്ട് അതിന്റെ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇത് ഇപ്പോൾ നിലവിൽ നമ്മുടെ പദ്ധതിയിൽ ആ ഒരു ഐറ്റം പെടുത്തിയിട്ടില്ല. ഉത്തരം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലായി. ശരി, ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കറിന്റെ എല്ലാത്തിനും ഉണ്ടാവോ എന്നറിയാൻ ഉണ്ടോ? പച്ചക്കറിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിലേക്കാണോ ചോദിച്ചത്? പച്ചക്കറിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സുഹൃത്ത് നേരത്തെ വിളിച്ചിരുന്നു, പച്ചക്കറിക്ക് ഇതുപോലെ ഡ്രൈ ചെയ്യാനായിട്ട് സഹായം കൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രോജക്റ്റ് കോസ്റ്റ് 5 ലക്ഷം മിനിമം വേണം. ആ ഒരു നിബന്ധനയും ലോൺ എടുക്കണം. വായ്പാ ബന്ധിത പദ്ധതിയാണ്, ലോൺ എടുക്കണം. അപ്പോൾ ഉത്തരം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചോദ്യം ചോദിച്ചതിന് നന്ദി. മാഡം, നമുക്കത് ചർച്ച തുടരാം. അപ്പോൾ മൂല്യവർദ്ധനയുള്ള പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഇതല്ലാതെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് SFAC വഴി കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു പദ്ധതി നമ്മളിപ്പോൾ ചെയ്തത് നാളികേര വികസന ബോർഡ്, ഈ ടെക്നോളജി മിഷൻ ഫോർ കോക്കനട്ട് എന്നും പറഞ്ഞ് TMOC എന്ന് പറയും. അതിന് ആ ഒരു പദ്ധതിയുടെ കീഴിൽ അവർ 25% സബ്സിഡി ബോർഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സമാനമായിട്ട് 25% സബ്സിഡി ഇതിന് ഉപരിയായിട്ട് SFACയിൽ നിന്നും അവർക്ക്
ഈ ഗുണഭോക്താക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അത് നമ്മൾ തന്ന മൂല്യവർദ്ധനവിന് അതെ ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, വിനീഗർ, അതുപോലെ തന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത് ഇമാതിരി അതുപോലെ തന്നെ കോക്കനട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബൈ പ്രോഡക്ട്സ്, എല്ലാ പ്രോഡക്ട്സുകൾക്കും നമ്മൾ ഇതിനെ കൊടുക്കുന്നു. അത് സാധാരണ ഇതല്ല, വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ വിനീഗർ, ഡെസിക്കേറ്റഡ് പൗഡർ, അങ്ങനെ കുറെ ഇതിന് കോക്കനട്ടിൽ നിന്ന് കിട്ടുന്ന ഇതിന് ഉൽപ്പന്നങ്ങൾക്കെല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട്. CDB അതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CDB നമുക്കിപ്പം അവർ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റെക്കമെൻഡേഷൻ അവർ കൊടുത്തു എന്നുള്ളതിൻ്റെ ആ സബ്സിഡറി സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഓഫീസിൽ വന്ന് അവരുടെ ലെറ്ററായിട്ട് വരുമ്പോൾ അതേ പാറ്റേണിൽ തന്നെ ഇവിടുന്ന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവർ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ അതേ രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് കൊടുക്കുന്നത്. സെക്കൻഡ് കൊടുത്തു കഴിയുമ്പം അത് ലെറ്റർ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഇതിൽ കൊടുക്കും. അങ്ങനെ ഇപ്പോൾ പക്ഷേ അറ്റ് പ്രസൻറ്റ് ആ സ്കീം ഇപ്പോൾ നമ്മൾ തന്ന പൈസ പൂർണ്ണമായിട്ട് നമ്മൾ വിനിയോഗിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആ CDB അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന അത് ഇപ്പം ഫണ്ട് തീർന്നിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ജനറലായിട്ടുള്ള പദ്ധതിയിൽ നമ്മൾ അതായത് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഒഴിച്ചുള്ള എല്ലാ കാർഷിക വിളകൾക്കും സബ്സിഡി കൊടുക്കുന്ന പദ്ധതിയിൽ ഈ നാളികേരത്തിൻ്റെ മൂല്യവർദ്ധനത്തിനും നമ്മൾ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ജില്ലയിലും ഇത്ര ഫണ്ടാണ് അലോട്ട് ചെയ്തേക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഇല്ല. സ്റ്റേറ്റിൽ ആകപ്പാടെ ഈ ഒരു ഓഫീസേ ഉള്ളൂ. അപ്പൊ അത് ജില്ലകൾ തോറും അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ആവശ്യക്കാര് നേരിട്ട് നമ്മുടെ അടുത്ത് സമീപിക്കുകയാണ്. അല്ലാതെ വേറെ സബ് ഓഫീസുകളോ അത് മോണിറ്റർ ചെയ്യണം. നമ്മൾ തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ അങ്ങ് ചെയ്തു കൊടുക്കുക ചെയ്യുന്നു. അത് ഇടയ്ക്ക് ഇതിന്റെ ഇപ്പോൾ ഒരു പദ്ധതി സാമ്പത്തിക സഹായം കിട്ടിയതിന് ശേഷം, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ തുടങ്ങിയതിന് ശേഷം ഇതിന്റെ മോണിറ്ററിംഗ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ നടത്തുന്നത്? അവരെന്തെങ്കിലും അതിന്റെ റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർ സബ്സിഡി കൊടുത്താൽ അതോടെ തീരുന്നില്ല. അവർ മിനിമം 5 വർഷമെങ്കിലും ഇതിന്റെ പ്രൊഡക്ഷൻ വിജയകരമായിട്ട് പൂർത്തീകരിക്കണം. അങ്ങനെ ഒരു MOU വരെ വെച്ചിട്ടാണ് നമ്മൾ ഈ സബ്സിഡി കൊടുക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ അത് അവർ പാലിച്ചില്ലെങ്കിൽ നിയമത്തിന് വിധേയമായിട്ടുള്ള നമ്മൾ അതിന്റെ സബ്സിഡി തീർച്ചയായിട്ടും കാണാം. അപ്പൊ അത് അത്രയും നമ്മൾ ക്ലോസ് ആയിട്ടാണ്. പിന്നെ അതുപോലെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് അവർ എത്രമാത്രം പ്രൊഡക്ഷൻ അവർ ചെയ്യുന്നുണ്ട്, അവർക്ക് എത്രമാത്രം അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അവന്റെ ഒരു എന്റർപ്രണറിന്റെ സകല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് അവരെ വിളിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിന് നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഇടയ്ക്ക് പിന്നെ സബ്സിഡി കൊടുത്തോണ്ട് മാത്രമല്ല തിരിച്ച് അവരുടെ ഫീഡ്ബാക്ക് അവർക്ക് നമ്മളെ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളാൽ എന്തൊക്കെയാണ് സഹായങ്ങൾ അവർക്ക് തരണം ചെയ്യാനായിട്ട് പറ്റുന്നത്, ആ ഒരു ഇടപെടലും കൂടെ SFEC നടത്തുന്നു. ഈ സാമ്പത്തിക സഹായം അല്ലാതെ ടെക്നോളജി സപ്പോർട്ടും കൂടെ കൊടുക്കാനുള്ള ടെക്നോളജി സപ്പോർട്ട് ഇപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു ഇതില്ല. ടെക്നോളജി ഇപ്പോൾ കുറേ റിസർച്ച് സ്റ്റേഷനുകളൊക്കെ ടെക്നോളജി പ്രൊവൈഡ് ചെയ്ത് അവർ പൈസ കൊടുത്ത് ടെക്നോളജി വാങ്ങിച്ച് അവരൊരു സംരംഭം തുടങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ലെവലിൽ ഇപ്പോൾ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാനുള്ള നമ്മളെ ജസ്റ്റ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഒരു സംരംഭം തുടങ്ങാനുള്ള എല്ലാ ഒത്താശകളും ബാക്കി സബ്സിഡി ഇല്ലായിട്ട് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഈ ഒരു ലൈനിലോട്ട് കൊണ്ടുവരിക. അതാണ് SFICയുടെ ഒരു പ്രധാനപ്പെട്ട. ഇതിന് പുറമെയുള്ള വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് SFIC വരുന്നത്? അതുകൂടാതെ ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത ഇതായിട്ട് നമ്മളൊരു കർഷകരുടെ പിന്നെ സംശയങ്ങൾ, അവർക്ക് എന്തൊക്കെയാണ് കൃഷിയാനുബന്ധ മേഖലയിലും ഈ കൃഷിക്കാരന് ഒരു സംശയം വന്നാൽ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു കോൾ സെൻറ്റർ നമ്മളിപ്പം ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ വർഷം അത് തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ടോൾ ഫ്രീ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1800 425 1661. ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് മേഖലയിലാണ് അവർക്ക് സംശയമുള്ളത് അതിന് അവർ ടെക്നിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്, അവരതിൻ്റെ റിപ്ലൈ കൊടുക്കും. മേഡം ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ആരാണ് വിളിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണേ. പേരെന്താ? എന്റെ പേര് സേവ്യർ. ഹലോ, സേവ്യർ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു ഈ കോക്കനട്ടിന്റെ തേങ്ങ പീര ഉണക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുള്ള നമുക്ക് മെഷീനറി വാങ്ങുകയാണെങ്കിൽ ഇത് വഴിയായിട്ട് വാങ്ങണോ അതോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമോ, അത് എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ പീര ഉണക്കാൻ മെഷീനറി അവര് പുറത്തുനിന്ന് മേടിക്കാമോ അതോ എന്തെങ്കിലും അങ്ങനെ? അതിനപ്പൊ നമ്മൾ അത് ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അറിയാനായിട്ട്. അതിന്റെ മെഷീനറി വാങ്ങിക്കാനായിട്ട്. മെഷീനറി വാങ്ങിക്കുന്നത് അതിന് പിന്നെ മെഷീനറി എവിടെ നിന്നാണ് അത് ലഭ്യമാണെന്നുള്ളതെന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങി, ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്? അത് പദ്ധതിയിൽ അപ്രൂവൽ കിട്ടിയതിന് ശേഷമല്ലേ? അത് പ്രോജക്റ്റ് ആദ്യം നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തരുമല്ലോ, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ലോൺ സാങ്ഷൻ ചെയ്ത് ലെറ്ററുമായിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ
പിന്നെ നിങ്ങളുടെ അടുത്ത് ആരംഭിക്കാൻ പറയുന്നത്. നമുക്കിത് പ്രോജക്റ്റ് മാഡം ആ കേൾക്കുന്നു. പ്രോജക്റ്റ് തുടങ്ങുന്നതിന് നമ്മളിപ്പോ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അതിന് വേണ്ടിട്ട് തുടങ്ങുന്നതിന്? തുടങ്ങാൻ വേണ്ടിട്ട്, അതായത് ഇപ്പൊ നമുക്ക് അതിന്റേതായ ഒരു സഹായം കിട്ടുന്നതിന് വേണ്ടി ഇപ്പൊ തുടങ്ങിയിട്ട് ആരെ സമീപിച്ചാലാണ് നമുക്ക് ഇതിന്റെ ഒരു ഈ ഇത് ചെയ്ത് കിട്ടുന്നത്, ഹെൽപ്പ് ചെയ്ത് കിട്ടുന്നത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി ആരെയാണ് സമീപിക്കേണ്ടതെന്ന്? തുടങ്ങുന്ന പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനാണോ ഉദ്ദേശിച്ചത്? പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിപ്പം അത് നമ്മൾ നേരിട്ടല്ലെങ്കിലും അതിന് പറ്റിയ കുറച്ച് ഏജൻസികളുണ്ട്. ഈ പ്രോജക്റ്റ് എഴുതി കൂടെ വെങ്കിടാചൽ എന്ന് പറഞ്ഞ എറണാകുളത്തൊരു ഒരു വ്യക്തിയുണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ ഈ പരിപാടിയുടെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞുതരാം അതെന്ത് എവിടെ കറക്റ്റ് ആയിട്ട്. അപ്പൊ പദ്ധതി തയ്യാറാക്കി അവർക്ക് അതെ അതെ ഉത്തരം മനസ്സിലായി കാണുമല്ലോ സേവിയറെ. ഒടുവിൽ നമ്പർ തരാം, ആ നമ്പറിൽ വിളിച്ച് സംശയം ചോദിച്ചാൽ മതി. ചോദിച്ചതിന് നന്ദി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊരു പ്രവർത്തനങ്ങൾ കിസാൻ കോൾ സെന്ററിന്റെ മാഡം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ കർഷകർക്ക് ഈ ടോൾ ഫ്രീ നമ്പറിൽ ബൈ ഫോൺ അവർക്ക് സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇപ്പം വെബ്സൈറ്റുണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പിലുണ്ട്. അപ്പോൾ ഏത് മീഡിയത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ കൃഷി അനുബന്ധ മേഖലയിലുള്ള സംശയങ്ങൾക്ക് ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. 1800 425 1661 ടോൾ ഫ്രീ നമ്പർ. ആ നമ്പറിൽ 1800 425 1661 ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് വിശദമായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളിലാണോ സംശയങ്ങൾ നിങ്ങൾക്കുള്ളത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ അവിടെ നിന്ന് ലഭ്യമാക്കി തരും. മാഡം അതിനകത്തൊരു രോഗ കീടങ്ങളെ മാത്രമല്ല ഈ മൂല്യവർദ്ധനവിനെ കുറിച്ചാണെങ്കിൽ എന്ത് സാങ്കേതിക അതെ നമ്മളിപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയെ കുറിച്ചാണെങ്കിലും ഇപ്പൊ നമുക്ക് കൃഷി വകുപ്പിന്റെ തന്നെ വേറെ പദ്ധതികൾ കാണും. അങ്ങനെ അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചാൽ മതി. നമുക്ക് അതിന്റെ എല്ലാം നമ്മൾ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയത്. അതിപ്പോ ഫോൺ കോൾ അല്ലാതെ നമുക്കിപ്പോ ഒരു മെയിൽ വഴിയോ കൊടുക്കാം. അതിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള സൈറ്റ് ഏത് സൈറ്റിലാണ് ഇതിന് അപ്രോച്ച് ചെയ്യേണ്ടത്? അത് www.krishi.info എന്നുള്ള വെബ്സൈറ്റാണ് നമ്മൾ ഈ പദ്ധതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് കൊടുക്കാം, കർഷകന് കൊടുക്കാം. പിന്നെ അവർക്ക് ഈ സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ കുറച്ചധികം വാഴക്കൊലയുണ്ട്, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഇത്ര ക്വാണ്ടിറ്റി ലഭ്യമാണ്, അതിൻ്റെ അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഇത് സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ള വിപണനം ചെയ്യാനും ഉള്ള സംവിധാനം ഈ സൈറ്റ് വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് കാണുന്ന ഒരാൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇന്ന സ്ഥലത്തുണ്ട്, അവർ തങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ ക്രയവിക്രയം, അത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഈ ഒരു സൈറ്റിൽ കൂടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത. അത് മാത്രമല്ല ഇപ്പോൾ തൊഴിലാളികളെ കിട്ടുന്നില്ല, അതെന്ന് സംഭവം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ് കാർഷിക മേഖലയിൽ. അപ്പോൾ ഈ ഇന്ന സൈറ്റിൽ ഇപ്പോൾ തെങ്ങുകയറ്റ തൊഴിലാളികൾ ഇന്ന ലൊക്കേഷൻ ജില്ല തിരിച്ചുകൊണ്ട് ഈ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിയുമ്പോൾ ഇന്ന ജില്ലയിൽ ഇന്ന ലഭ്യമാണ്. അപ്പോൾ അവർക്ക് ഈ ആവശ്യക്കാർക്ക് ഇത് നോക്കിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുമ്പം ആ തൊഴിൽ സേന എവിടെയുണ്ടോ അവർക്കത് ലഭ്യമാക്കാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പം ഈ സൈറ്റൊന്നും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു കർഷകനാണ്, സാധാരണ കർഷകനാണെങ്കിൽ ഏത് രീതിയിൽ ഫോൺ വഴിയുള്ള നേരിട്ട് വന്നാൽ എന്തെങ്കിലും? അല്ല, സാധാരണ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ചില കർഷകർ ഇപ്പോൾ യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ കാണും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ഇന്നതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കർഷകന് വേണ്ടിയിട്ട് നമ്മൾ SFECയിൽ ഒഫീഷ്യൽസ് അതിരുന്ന് ചെയ്തു കൊടുക്കും. അപ്പം അവർക്ക് അറിയുന്നില്ല എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല. അപ്പം അറിയുന്നവരാണെങ്കിൽ നേരിട്ട് സൈറ്റിൽ വെച്ച് അവർക്ക് അങ്ങ് ചെയ്യാൻ പറ്റും. പക്ഷെ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് പറഞ്ഞ് നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് SFECയിൽ ഒഫീഷ്യൽസ് അത് ചെയ്തു കൊടുക്കുന്നു. ആ ഒരു സംവിധാനം നമ്മുടെ അവിടെ. മാഡം, നമുക്ക് ഇതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ മൂല്യവർദ്ധനവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരുവിധം എല്ലാ വിളകളും അതിനകത്ത് മാഡം നേരത്തെ പറഞ്ഞു സുഗന്ധദ്രവ്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അതിനകത്ത് വരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ വർഷം ചെയ്യുന്നവരുടെ ഇൻഫർമേഷൻ ഈ സൈറ്റിനകത്തുണ്ടോ? നമുക്ക് അതായത് സക്സസ് സ്റ്റോറീസ് കുറച്ചിപ്പോൾ തുടങ്ങി ഈ പ്രോജക്റ്റ് ഇപ്പോൾ എന്താ പറയുന്നത് ശൈശവ
ഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. നമ്മൾ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ഇതിനകത്ത് വരാനുള്ള നടപടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതെല്ലാം ഏത് ഈ സക്സസ് സ്റ്റോറീസും എല്ലാം ഇതിനകത്ത് കൊണ്ടുവരുന്ന നടപടി തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇതിനകത്ത് അത് വരുമ്പോ ഒരു സംരംഭത്തിന്റെ തീർച്ചയായിട്ടും കണ്ട് അത് മനസ്സിലാക്കി അവർക്ക് അതിൽ പ്രചോദനമായി തീരും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ SFICയുടെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന്റെ അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു കർഷകൻ എങ്ങനെ ഒരു പരിശീലനം, ഇപ്പം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കർഷകർക്ക് അതിൻ്റെ ഒരു പരിശീലനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആരെയാ സമീപിക്കേണ്ടത്? അപ്പോൾ നമ്മളത് MDക്ക് ഒരു അപേക്ഷ കൊടുക്കണം. ഞങ്ങൾ ഇന്ന സ്ഥലത്താണ്, ഞങ്ങൾക്ക് ഇന്ന കൂട്ടായ്മ, അപ്പം ഞങ്ങൾക്കിപ്പം വാഴക്കൃഷിയാണ് ഇവിടെ ഉള്ളത്. ആ വാഴക്കൃഷിയിൽ ഞങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ട എല്ലാവിധ സഹായക്കാരും ഞങ്ങൾക്ക് പരിശീലനം ഇത്ര പേരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തതിന് റിക്വസ്റ്റ്, അതിൻ്റെ ഒരു ഏകദേശം ഒരു ബഡ്ജറ്റും കൂടെ, അതായത് എത്ര ഓരോ ചിലവുണ്ടല്ലോ, എത്ര പേരുണ്ട്, അവർക്ക് എന്തൊക്കെ ചിലവുണ്ട്, ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇപ്പം ചക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം ഒരു ആഴ്ചയെങ്കിലും ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് ഇതാക്കും. പക്ഷെ ബനാനയ്ക്കൊന്നും അത്ര ഈ വാഴയുടെ ഉൽപ്പന്നങ്ങൾക്ക് അത്രയും കൂടുതൽ വരത്തില്ല. അപ്പം അവരുടെ ഡിമാൻഡ് അനുസരിച്ച് അതിപ്പോൾ ഒരു ദിവസമാണോ 2 ദിവസമാണോ 3 ദിവസമാണോ നമ്മൾ നോക്കി അവർ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ബഡ്ജറ്റും തരും, ഏതൊക്കെ ടോപ്പിക്സ് അവർക്ക് കവർ ചെയ്യേണ്ടി ഉദ്ദേശിക്കുന്നു അങ്ങനെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോഗ്രാം തരുമ്പോൾ നമ്മളത് പരിശോധിച്ചിട്ട് അവർക്കത് നടത്താനായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ കൊടുക്കും. അത് ചെയ്ത് കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ, അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അതായത് ആ കർഷക സംഘടന അതിന് പരിശീലനം ചെയ്യേണ്ടതിനുള്ള രൂപരേഖ തയ്യാറാക്കി അതെ നടത്തണം. നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ അവർക്ക് ചിലവായ തുക നമ്മൾ ആസ് പെർ നമ്മുടെ റൂൾസ്, നമ്മുടെ ബഡ്ജറ്റിൽ, നമ്മുടെ സ്കീമിൽ വിഭാവനം ചെയ്തിട്ടുള്ള ആ രീതിയിൽ നമ്മൾ രീതി അനുസരിച്ചുള്ള ഇത് കൊടുക്കും. ഇത് കൂടാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ? ഇപ്പം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലാണ് പ്രധാനപ്പെട്ട ഇത്. പിന്നെ അതൊരു ഇതുപോലെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നു, സെമിനാറുകൾ നടത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഈ കോൾ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ കോൾ സെന്റർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഉള്ളതാണോ അതോ? ശരിക്കും പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് നമുക്ക് 2 ഷിഫ്റ്റായിട്ടാണ്. അതായത് രാവിലെ 8 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി ഒരു ഷിഫ്റ്റ്, ഒരു 2 മണി തൊട്ട് രാത്രി 8 മണി വരെ 2 ഷിഫ്റ്റ്. ഇപ്പം നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് ഇപ്പം നമുക്ക് സ്റ്റാഫിനെയൊക്കെ ഇപ്പം പ്രൊവൈഡ് ചെയ്ത് ഇപ്പോൾ 2 പേരാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ എല്ലാം ഫുൾ ഇതിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഷിഫ്റ്റിൽ ഈ 2 ഷിഫ്റ്റും തുടങ്ങി ഇപ്പം 10 മുതൽ 5 വരെയുള്ള നമ്മുടെ ആ ഒരു ഈ ഒരു ഇതിനകത്ത് വെക്കുന്നത്. ശരിക്കും ഫുൾ സ്ട്രെങ്ത്തിൽ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഹോളിഡേയ്സ് ഉൾപ്പെടെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ഈ ഇതിൻ്റെ കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ പ്രോജക്റ്റ് ഉള്ളത്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ ആണെങ്കിലും ബാക്കി കൃഷി അനുബന്ധ കാര്യങ്ങളുടെ എല്ലാം പദ്ധതികളും അവയുടെ വിവരങ്ങളെല്ലാം നമുക്ക് അതിലൂടെ ചോദിച്ചറിയാം. അതുപോലെ പെസ്റ്റ് ആൻഡ് ഡിസീസ് നമുക്ക് ഇപ്പോൾ ഒരു കർഷകൻ അവരുടെ പ്ലോട്ടിലൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമുക്കിപ്പം ഒരു കൃഷിക്കാരന് ഒരു പ്രോബ്ലം വന്നു, ഒരു പെസ്റ്റിൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ ഡിസീസിൻ്റെ അറ്റാക്കോ ഡിസീസ് വന്നു. അപ്പം നമ്മളപ്പം അവിടെ ചെന്നിട്ട് ലോക്കലി അപ്പോൾ കൃഷിഭവനെ സമീപിക്കുന്ന അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എക്സ്പേർട്ട് ടീമിൻ്റെ വിസിറ്റാണ് അവിടെ വേണം എന്നുള്ളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ എല്ലാ ജില്ലകളിലും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുണ്ട് ഇത് ഫീൽഡ് വിസിറ്റ് നടത്താനായിട്ട്. ആ ഒരു ടീമിന് അപ്പം നമ്മൾ അത് കൂടാതെ തന്നെ ആ ടീം പോയി ആ ഫീൽഡ് സൈറ്റിൽ തന്നെ പോയി നോക്കിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ലെവലിൽ തന്നെ നമ്മൾ ഒരു എക്സ്പേർട്ട് റിട്ടയർഡ് ഹാൻഡ്സിലെ എക്സ്പേർട്ട് ടീമിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കർഷകന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരിട്ട് ആ എക്സ്പേർട്ട് ടീമിനെ നമ്മുടെ അവിടെ വിളിക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. നേരിട്ട് പറഞ്ഞ് നേരിട്ട് അവർക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം അവർ നേരിട്ട് തന്നെ സാധ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അഥവാ ഇപ്പോൾ അവരെ നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ
കൃത്യമായ ഒരു ഇൻഫർമേഷൻ തിരിച്ചു വിളിച്ചവരെ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. ഇപ്പൊ ചില കൃഷിക്കാർ ഇപ്പോൾ ഒരു സംശയം ചോദിച്ചു, അപ്പൊ അന്നേരം ചിലപ്പോൾ നമുക്ക് ഓൺ ദി സ്പോട്ട് ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കളക്ട് ചെയ്ത് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് എപ്പോഴും അവർ ഫോൺ അറ്റൻഡ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കുമ്പോൾ അവർക്കത് ഇന്നലെ വിളിച്ചിരുന്നു, കിട്ടിയില്ല, ഇതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വേണ്ട ഇൻഫർമേഷൻ ഇതാണെന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പോഴേ പാസ് ഓൺ ചെയ്യും. അപ്പോൾ ഒരു കർഷകന് ഒരു പ്രാവശ്യം വിളിച്ചു, അത് കിട്ടിയില്ല, അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയത് നിരാശപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞങ്ങളത് പ്രത്യേകം ആ സൈറ്റിൽ തന്നെ ആ നമ്പരെല്ലാം വരും, റെക്കോർഡ് ചെയ്യും. ഇവർ വിളിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അപ്പോഴപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നമ്പർ വെച്ചുകൊണ്ട് തിരിച്ച് വിളിച്ച് അവർക്ക് വേണ്ട അവരുടെ ആവശ്യം എന്താണ് അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്ന രോഗമാണ്, ഇന്ന നിയന്ത്രണമാണെന്നുള്ള ശുപാർശ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞനുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കിസാൻ കോൾ സെന്ററിന്റെ ഒരു ടൈറ്റിൽ തന്നെ കാർഷിക വിവര സങ്കേതം ഒരു വിരൽ തുമ്പിൽ നില. അതായത് നമ്മള് കമ്പ്യൂട്ടർ വഴി ഒരു ചെറിയ മൊബൈലിലാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴി അത്രയും വിശദമായിട്ട് ആ കർഷകൻ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഈ കാർഷിക നമ്മൾ ആദ്യം പറഞ്ഞു വന്ന മൂല്യവർദ്ധന ഉൽപാദനത്തിന്റെ പ്രോത്സാഹന പദ്ധതികൾ, മാഡം പറഞ്ഞ ആ പദ്ധതികളല്ലാതെ വേറെ എന്തെങ്കിലും അതിനകത്ത് ഇതുണ്ടോ? ഇതിനെന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റോ ഒരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്ന ഒരു പരസ്യമോ വല്ലതും നമ്മൾ കാലാകാലങ്ങളിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പം പത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൃഷി വകുപ്പ് തന്നെ ഇതുണ്ടല്ലോ കേരള കർഷകൻ, അതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ പത്രങ്ങളിൽ ഇതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള സഹായ പദ്ധതി ഇന്ന അതിൻ്റെ നിബന്ധനകളൊക്കെ പറഞ്ഞ് അപേക്ഷ സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലകളിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. കൃഷിഭവൻ തലത്തിൽ ഇതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇന്ന ബന്ധപ്പെടാനായിട്ടുള്ള ആ ഒരു ഇത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ നമുക്കിപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ പറഞ്ഞതല്ല, പാലക്കാട് തന്നെ പച്ചക്കറിയുടെ കാര്യങ്ങളും പച്ചക്കറിയുടെയും അതുപോലെ തന്നെ നെല്ലിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങളെ പറ്റിയൊക്കെയുള്ള പ്രോസസ്സിങ്ങിൻ്റെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാനുള്ള ഒരു സപ്പോർട്ട്, അതായത് ഇപ്പോൾ ഇവിടെ ആ കർഷകർ നേരിട്ട് വരികയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്ക് അതിനുള്ളൊരു സപ്പോർട്ടും കൂടെ കൊടുക്കാൻ ഉള്ള സംവിധാനമുണ്ടോ? ഏത് നമ്മുടെ ഓഫീസിൽ നിന്ന് അത് ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് നിബന്ധനകളും ഈ സൈറ്റിലുണ്ടോ? സൈറ്റിലുണ്ട്. സൈറ്റ് നോക്കി കിട്ടും. അല്ലാതെ അവർ നേരിട്ട് ആപ്ലിക്കേഷൻ ഫോമും സൈറ്റിലുണ്ട്. അതിന് പ്രത്യേക ഒരു ഫോമുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സഹായ പദ്ധതി ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. അതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സമർപ്പിക്കേണ്ടത്? ആ അപേക്ഷയുടെ കൂടെ തന്നെ ഒരു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടും ബാങ്കിൽ നിന്ന് ലോൺ സാങ്ഷൻ ചെയ്ത അനുമതി പത്രം, ഇത് മൂന്നുമാണ് നമുക്ക് തരേണ്ടത്. അപ്പോൾ ആ പ്രോജക്ട് റിപ്പോർട്ട് വെച്ച് ബാങ്കിൽ സമീപിച്ച് ബാങ്കിൽ ലോൺ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് തരാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ്പ ബന്ധിത പദ്ധതിയാണ്. അപ്പോൾ ലോൺ ഇല്ലാതെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. അതൊരു കണ്ടീഷനാണ്. അതായത് അവരത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വരുത്തിയതിനു ശേഷമേ നമുക്ക് അതിന്റെ ആ സബ്സിഡി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നെ അതിന്റെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടും. ഇത് ഈ ഗവേണിംഗ് ബോഡിക്ക് മുന്നിൽ അല്ലാതെ വേറെ കേന്ദ്ര സ്ഥാപനങ്ങളിലേക്ക് വല്ലതും അയക്കേണ്ടതുണ്ടോ ഈ റിപ്പോർട്ട്? ഇല്ല, നമ്മളിവിടെ സ്റ്റേറ്റിന്റെ ആണല്ലോ ഈ പദ്ധതി. അപ്പൊ നമ്മൾ സ്റ്റേറ്റിന്റെ ഫണ്ടാണ്, നമ്മുടെ ഇത് ഗവേണിംഗ് ബോഡിയാണ് ഇതിന് അന്തിമ തീരുമാനം എല്ലാത്തിനും എടുക്കുന്നത്. ഗവേണിംഗ് ബോഡി സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി റിലീസ് ചെയ്യാം. വരുന്ന പ്രോജക്റ്റുകളെല്ലാം അപ്രൂവൽ കിട്ടാറുണ്ടോ അതോ റിജക്ട്? അല്ല, നമ്മുടെ ലെവലിൽ നമുക്കൊരു പ്രോജക്റ്റിന്റെ വയബിലിറ്റിയും എല്ലാം നോക്കുമല്ലോ. അപ്പൊ നമ്മുടെ ലെവലിൽ വരുന്ന പ്രോജക്റ്റ് നമുക്കറിയാം. പ്രത്യേകിച്ചും ബാങ്കിൽ നിന്ന് ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുമെന്നാണ് അവർ ശരിക്കും പ്രോജക്റ്റ് നോക്കിയിട്ട് തന്നെ ലോൺ സാങ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അല്ല നമ്മുടെ ലെവലിൽ വരുമ്പോൾ അത് ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അത് അങ്ങനെയുള്ള ഇത് നമ്മുടെ ലെവലിൽ നോക്കിയിട്ട് നമ്മൾ അത് മറ്റേ വാല്യൂഡേഷൻ കമ്മിറ്റിയിൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് കൂടിയിട്ടാണ് വെക്കുന്നത്. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക സഹായം മറ്റേ ഗവർണിംഗ് ബോഡി കൂടി അതിനൊരു ഫൈനൽ അപ്രൂവലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി ബാങ്കിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം സമയം തീരാറായി. അപ്പോൾ ഇന്നത്തെ ഈ കൃഷിദർശൻ പരിപാടിയിൽ നമ്മളോടൊപ്പം അതിഥിയായിരുന്ന അതിഥിയുടെ വിലാസം ശ്രീമതി രുക്മിണി ദേവി KC, മാനേജിംഗ് ഡയറക്ടർ SFAC സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം, ആനേറ, തിരുവനന്തപുരം. മൊബൈൽ നമ്പർ 9446303011. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446303011.
0301. മാഡം, ഇന്നത്തെ കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ ചെറുകിട കാർഷിക വ്യാപാര കൺസോർഷ്യത്തെക്കുറിച്ച് ഇത്രയും വിശദമായി ചർച്ച ചെയ്യുകയും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ ഉത്തരം പറയുകയും ചെയ്ത മാഡത്തിന് ദൂരദർശൻ്റെയും പ്രേക്ഷകരുടെയും പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളാം. നന്ദി. यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക ഉൽപ്പന്ന സംസ്കരണവും മൂല്യവർദ്ധനവും ദേശീയ ശില്പശാല തിരുവനന്തപുരത്ത്. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നൈപുണ്യ വികസന പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2016 ഡിസംബർ 1-2 തീയതികളിൽ തിരുവനന്തപുരത്ത് കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിതങ്ങളും സംസ്കരണവും സംബന്ധിച്ച ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശില്പശാലയോടനുബന്ധിച്ച് ഡിസംബർ 1 മുതൽ 5 വരെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും യന്ത്രങ്ങളുടെയും പ്രദർശനം ഒരുക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്ന മൂല്യവർദ്ധിത സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശില്പശാല ഏറെ പ്രയോജനകരമായിരിക്കും. സംരംഭകർക്ക് സർക്കാർ എല്ലാവിധ സഹായങ്ങളും നൽകും. മൂല്യവർദ്ധിത ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കാൻ പ്രത്യേക നിക്ഷേപ പദ്ധതി പ്രകാരം 500 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. വെറ്ററിനറി സർവകലാശാലയുടെ എന്റർപ്രണർഷിപ്പ് വിഭാഗം മൃഗസംരക്ഷണ കാർഷിക മേഖലകളിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനായി www.kva.sulib.in എന്ന വെബ് പോർട്ടൽ നവംബറിൽ പുറത്തിറക്കും. സംരംഭക സാധ്യതകൾ, നടപടിക്രമങ്ങൾ, ബാങ്കിംഗ് സാമ്പത്തിക സ്രോതസ്സുകൾ, സ്ഥാപനങ്ങൾ, മാതൃകാ പ്രോജക്റ്റുകൾ, വിജയകഥകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും ഒരൊറ്റ ക്ലിക്കിൽ ലഭ്യമാകും. കാർഷിക സർവകലാശാലയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വാങ്ങുന്നതിനും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനും വെബ് പോർട്ടലിലൂടെ സാധിക്കും. വെറ്ററിനറി സർവകലാശാലയുടെ എന്റർപ്രണർഷിപ്പ് ഡയറക്ടറേറ്റ്, മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മേഖലാ മിൽക്ക് യൂണിറ്റുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നിവയുടെ സഹായത്തോടെയാണ് പോർട്ടൽ രൂപകൽപ്പന ചെയ്യുന്നത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ ഭാഗമായി കേരളത്തിലെ ചെറുകിട റബ്ബർ മേഖലയിൽ വിപുലമായ നൈപുണ്യ വികസനത്തിനുള്ള പ്രത്യേക പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ സഹായത്തോടെ കേരളത്തിലെ 26 റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ വഴിയാണ് പരിശീലന പദ്ധതി നടപ്പാക്കുക. ടാപ്പിംഗിൽ മുൻ പരിചയമുള്ളവർക്കാണ് പുനർപരിശീലനം നൽകുക. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഓരോ കോഴ്സിലും 30 പേരെ വീതം ഉൾപ്പെടുത്തും. ഒക്ടോബർ 2ാം വാരം മുതൽ 2017 ജനുവരി വരെയായിരിക്കും പരിശീലന കാലയളവ്. പദ്ധതി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 25, 26, 27 തീയതികളിൽ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ വിഷയങ്ങളിൽ 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 8086405476. മറ്റൊരു നമ്പർ 9645420576.
റബ്ബറിന്റെ കപ്പുതൈകളുടെ ഉൽപാദനം, മാധ്യമം തയ്യാറാക്കൽ, കപ്പു നിറയ്ക്കൽ, കുറ്റിത്തൈ നടിയിൽ പരിപാലനം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റബ്ബർ ബോർഡ് ഈ മാസം 18-ാം തീയതി കർഷകർക്ക് പരിശീലനം നൽകുന്നു. 400 രൂപയാണ് പരിശീലന ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസിൽ 50% ഇളവ് ലഭിക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 2351 313. മറ്റൊരു നമ്പർ 0481 2353 127. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 9100 രൂപ, കോഴിക്കോട് 10400 രൂപ, തൃശൂർ 9300 രൂപ. കൊപ്ര കൊച്ചി 6205 രൂപ, കോഴിക്കോട് 6400 രൂപ, തൃശൂർ 6300 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68100 രൂപ, ഗാബിൾഡ് 71100 രൂപ. ചുക്ക് മീഡിയം 14250 രൂപ, ബെസ്റ്റ് 15750 രൂപ. മഞ്ഞൾ സേലം 9400 രൂപ, ഈറോഡ് 9800 രൂപ. അടയ്ക്ക പഴയത് ലഭ്യമല്ല. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 11400 രൂപ, RSS 4-ാം ഗ്രേഡ് 11800 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 11500 രൂപ, RSS 4-ാം ഗ്രേഡ് 11800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 9100 രൂപ, കൊപ്ര 6205 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2200 രൂപ, റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68100 രൂപ, ഗാബിൾഡ് 71100 രൂപ. ചുക്ക് മീഡിയം 14250 രൂപ, ബെസ്റ്റ് 15750 രൂപ. മഞ്ഞൾ നാടൻ 11500 രൂപ, അടയ്ക്ക പുതിയത് 18000 രൂപ മുതൽ 19000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 240 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 450 രൂപ വരെ. ജാതിപത്രി 600 രൂപ മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 11400 രൂപ, RSS 4-ാം ഗ്രേഡ് 11800 രൂപ. ഒട്ടുപാൽ 7400 രൂപ, ലാറ്റക്സ് 7400 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലെയും വ്യാപാരികൾ ഏലക്ക സംഭരിക്കാൻ ഉത്സാഹിച്ചു. ദീപാവലി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് അവർ ചരക്കെടുക്കുന്നത്. SCTയിൽ ഇന്ന് നടന്ന ലേലത്തിൽ 29 ടൺ ഏലക്ക വിറ്റഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ ഏലക്ക സ്റ്റോക്ക് കുറവാണ്. മികച്ച ഇനം ഏലക്ക കിലോഗ്രാമിന് 1222 രൂപയിലും ശരാശരി ഇനങ്ങൾ 1015 രൂപയിലുമാണ്. തുലാവർഷത്തിന് മുന്നോടിയായി പുലർച്ചെ അനുഭവപ്പെട്ട മഴ മൂലം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെട്ടു. ഉൽപാദന രംഗത്തെ തളർച്ച കണ്ട് ടയർ കമ്പനികൾ 4-ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 118 രൂപയായി ഉയർത്തി. വിദേശ മാർക്കറ്റുകളിലും റബ്ബർ ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ വ്യതിയാനമില്ല. നവരാത്രി കഴിഞ്ഞതോടെ വാങ്ങലുകാർ മുഖ്യ വിപണികളിൽ നിന്ന് പിൻവലിഞ്ഞു. കാർഷിക മേഖലകളിൽ നിന്നുള്ള കൊപ്ര വരവ് നാമമാത്രമാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4. കോഴിക്കോട് 32.1, 25.1. കൊച്ചി 32.2, 23.7. ആലപ്പുഴ 32.6, 24.2. പുനലൂർ 34.8, 24. തിരുവനന്തപുരം 33.5, 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.